എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ പുതിയ മന്ത്രിസഭ അധികാരത്തിലേറിയതിനു ശേഷം നമുക്ക് വരുന്നത്. അപ്പോൾ ഈ മന്ത്രിസഭയുടെ പുതിയ സർക്കാരിൻ്റെ ആദ്യ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട 2-3 അറിയിപ്പുകളുണ്ട്. ഇനി എന്നാണ് 3000 രൂപ പെൻഷൻ ആക്കുന്നത്, അതുപോലെ തന്നെ മുടങ്ങാതിരിക്കാൻ 2 രേഖകൾ സമർപ്പിക്കണം. ജൂൺ 30 അതിനുള്ള സമയം. ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ മെയ് മാസത്തേതാണ് ഇന്ന് നമുക്ക് ലഭിക്കാനുള്ളത്. ഏപ്രിൽ മാസത്തേത് ഇലക്ഷന് മുന്നോടിയായിട്ട് LDF സർക്കാർ നേരത്തെ വിതരണം ചെയ്തിരുന്നു. മെയ് മാസം വിതരണം ചെയ്യേണ്ട പെൻഷന്റെ ഉത്തരവും LDF സർക്കാർ തന്നെ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ തുക അനുവദിച്ച് അത് വിതരണം ചെയ്യേണ്ട ബാധ്യത പുതിയ സർക്കാരിനാണ്. അതുകൊണ്ട് തന്നെ ആദ്യ പെൻഷൻ വിതരണം പതിവ് പോലെ തന്നെയാണ് ഉണ്ടാകുക. 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾ, അതായത് 50 ലക്ഷത്തിലധികം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന മറ്റ് 10 ലക്ഷത്തിലധികം ഗുണഭോക്താക്കളും ഉള്ള ഈ പെൻഷൻ വിതരണത്തിന്റെ നടപടികൾ ഈ മാസം 25 കൂടി ആരംഭിക്കും എന്നുള്ളതാണ് വിവരം. അപ്പോൾ ഒരു പെരുന്നാൾ സമ്മാനമൊക്കെയായിക്കൊണ്ട് പെൻഷൻ എത്തിച്ചേരും എന്നുള്ളതാണ് വിവരം. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആദ്യം പതിവ് പോലെ തുക എത്തും. 2000 രൂപ തന്നെയാണ് ഈ മാസത്തെ മെയ് മാസത്തെ പെൻഷൻ ലഭിക്കുക. അത് കഴിഞ്ഞ് കയ്യിലേക്കും പെൻഷൻ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ മാസത്തെ പെൻഷൻ ഉള്ളത്. അല്ലാതെ ഇതിൽ കൂടുതലൊന്നും ലഭിക്കുന്നില്ല. 3000 രൂപയുടെ വർധനവ് അത് 5 വർഷം കൊണ്ടാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. വാഗ്ദാനം അങ്ങനെയാണ്. ഘട്ടങ്ങളായിട്ടാണ് പെൻഷൻ വർദ്ധിപ്പിക്കുക, അല്ലാതെ 3000 ഒറ്റയടിക്ക് തരുന്നതല്ല രീതി. അത് LDF സർക്കാരും അങ്ങനെ തന്നെയാണ് ചെയ്തത്. 2500 പെൻഷൻ എത്തിക്കുമെന്ന് പറഞ്ഞ് 2000 രൂപ വരെയാണ് LDF സർക്കാരിന് എത്തിക്കാൻ കഴിഞ്ഞത്. അത് ഘട്ടങ്ങളായിട്ടല്ല കൂട്ടിയത്. പഞ്ചായത്ത് ഇലക്ഷന് തൊട്ട് മുമ്പായി കൊണ്ട് 400 രൂപ വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. അതിനു മുമ്പ് ഒരു വർധനവ് ഉണ്ടായിട്ടില്ല, കഴിഞ്ഞ 5 വർഷം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് 1600 നിന്നും 2000 എത്തിച്ചത്. അപ്പോൾ ഈ ഒരു സർക്കാരും ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും വർധനവ് ഉണ്ടാകുക. ബജറ്റുകളിൽ 100, 200 ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് അടുത്ത 5 വർഷത്തിനുള്ളിൽ 3000 എത്തിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും ക്ഷേമ പെൻഷന്റെ വർധനവ് ഉണ്ടാകുക. അല്ലാതെ തുടർന്ന് നിലവിൽ അല്ലാതെ അധികാരത്തിൽ വന്നത് ഉടൻ തന്നെ 3000 എത്തിക്കും എന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഉറപ്പായിട്ടും 2000 രൂപ മുടങ്ങാതെ കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം വലിയ പ്രഖ്യാപനങ്ങളാണ് അധികാരം ഏറ്റ ഉടൻ തന്നെ VD സതീശൻ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. ആശാവർക്കർമാർക്ക് 3000 രൂപ അധികരിപ്പിച്ചതും പാചക തൊഴിലാളികൾക്കും അംഗനവാടി ജീവനക്കാർക്കും പ്രീ പ്രൈമറി അധ്യാപകർക്കെല്ലാം 1000 രൂപ കൂട്ടിയതൊക്കെ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ടുള്ള സ്ത്രീകൾക്ക്, കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അടുത്ത മാസം 15 മുതലാണ് ആരംഭിക്കുക. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ആ ബസ് യാത്രന്റെ നടപടിക്രമങ്ങളെല്ലാം എന്ന് പിന്നീട് അറിയിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത മാസം 15 മുതൽ ആ ബസ് യാത്രയും ആരംഭിക്കുകയാണ്. അപ്പോൾ ക്ഷേമ പെൻഷൻ ഒന്നും മുടങ്ങി പോവുകയില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ വർധനവ് അങ്ങനെ താമസിച്ചാണ് ഉണ്ടാകുക. മറ്റൊന്ന് 2 രേഖകളാണ് ഇപ്പോൾ നമ്മൾ സമർപ്പിക്കേണ്ടത്. വിധവാ പെൻഷൻ വാങ്ങുന്നവർ, അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ 2-3 മാസങ്ങളിൽ സമർപ്പിക്കാൻ പറഞ്ഞിരുന്നു. ആ സമയങ്ങളിലൊന്നും സമർപ്പിക്കാത്ത ആളുകൾക്കാണ് ഇപ്പോൾ അത് സമർപ്പിക്കേണ്ടത്. ജൂൺ 30 വരെ സമയമുണ്ട്. അതിനുള്ളിൽ അത് സമർപ്പിക്കണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇല്ല എങ്കിൽ പെൻഷൻ മുടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് 2019 ഡിസംബർ 31 മുമ്പ് പെൻഷൻ അനുവദിച്ച് അത് വാങ്ങി തുടങ്ങിയിട്ടുള്ള ആളുകൾ ഒറ്റത്തവണയും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല എങ്കിലാണ് അത് സമർപ്പിക്കേണ്ടത്. അങ്ങനെയുള്ളവർ ജൂൺ 30 മുമ്പ് വരുമാന സർട്ടിഫിക്കറ്റും സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഈ മാസത്തെ പെൻഷൻ വിതരണം 25 ശേഷം പ്രതീക്ഷിച്ചാൽ മതി. അത് ഉണ്ടാകും. അത് വലിയ താമസമില്ലാതെ നിങ്ങളുടെ കയ്യിലും ബാങ്കിലും എത്തിച്ചേരുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ദൂരേക്കും ബൈ.